ദൃശ്യങ്ങൾ നടനി കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആകെ എനിക്ക് ആ കത്തിന്റെ ആ ഉള്ളടക്കം അറിയാമുള്ളൂ. ഈ ലെറ്ററാണ് പൾസർ സുനി അമ്മയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഞാൻ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കാണിക്കുക എന്നുള്ള വിധത്തിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത് ദിലീപിനുമാണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം അതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. 2018 അമ്മയ്ക്ക് കിട്ടിയ ലെറ്റർ അമ്മ പുറത്തുവിടുന്നത് 2021-22 ആ സമയത്താണെന്ന് തോന്നുന്നു. അതിന് ഉള്ള സാഹചര്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതികളിൽ ഒരാൾ ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പൊ മകനും മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കാരണമാണ് പുറത്തുവിടുന്നത് എന്നാണ്. ഞാൻ മരണപ്പെട്ടാൽ ഈ ലെറ്റർ പുറത്തു വിടണം എന്ന് പറഞ്ഞ ഒരാൾ ഒരു ലെറ്റർ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരണവഴി പോലെ തന്നെയാണത്. പറയാനുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ ആ ലെറ്റർ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ എല്ലാം ക്ലാരിറ്റിയിൽ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരിക്കും. അതായത് ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റില് ഞാൻ മാത്രമല്ല പങ്കാളി, ഇന്ന വ്യക്തികൾ അതിനകത്ത് പങ്കാളിയാണ്, പിന്നെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ ലെറ്ററിൽ അങ്ങനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ലെറ്റർ അഡ്രസ് ചെയ്യുന്നത് ഒന്നുകിൽ സ്വന്തം കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുള്ള ഒരു സെൽഫ് സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതാറുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എഴുതും. മരണമൊഴി പോലെ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു മരണമൊഴിയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. ലെറ്ററിന്റെ ഒരു കണ്ടീഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് 15 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ലെറ്ററിൽ 47 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു.